ആകാശവാണി. രാജ്യത്തെ സിവിൽ ഡിഫൻസ് ജില്ലകളിൽ ഇന്ന് നടത്തുന്ന മോക്ക് ഡ്രില്ലിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റിൽ. മോക്ക് ഡ്രില്ലിനെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഫയർ സർവീസസ്, സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ്സ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡയറക്ടർ ജനറൽ ശ്രീ വിവേക് ശ്രീവാസ്തവ്. ഒപ്പം ഞാൻ സോഫിയ ഡാനിയൽ. നമസ്കാരം ശ്രീ വിവേക് ശ്രീവാസ്തവ്. സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. സർ, ആദ്യം തന്നെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? രാജ്യവ്യാപകമായി ഇന്ന് നടക്കാനിരിക്കുന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിനായി തയ്യാറെടുക്കാൻ എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത ഞാൻ മോക്ക് ഡ്രില്ലിനെക്കുറിച്ച് ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുകയുണ്ടായി. എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ വെർച്വലായി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. NDRF, NDMA എന്നിവയിൽ നിന്നുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുകയുണ്ടായി. രാജ്യത്തെ 244 ജില്ലകളിൽ മോക്ക് ഡ്രിൽ നടത്താനാണ് തീരുമാനിച്ചത്. എന്നാൽ വേഗത്തിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ജില്ലകളെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് തോന്നുന്നവയെയും സിവിൽ ഡിഫൻസ് ജില്ലകളിൽ ഉൾപ്പെടുത്തി അവിടെ മോക്ക് ഡ്രിൽ നടത്താവുന്നതാണ്. ഇത് ഒരു തയ്യാറെടുപ്പ് മാത്രമാണ്. സിവിൽ ഡിഫൻസിൽ നാം എവിടെ നിൽക്കുന്നു എന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഒരു ആക്രമണമുണ്ടായാൽ ആ സന്ദേശം കൈമാറാൻ ആശയവിനിമയ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ഈ മോക്ക് ഡ്രില്ലിൽ പരിശോധിക്കുന്നത്. സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസിന്റെ ചുമതല ജില്ലാ മജിസ്ട്രേറ്റുമാർക്കാണ്. അവരുമായുള്ള ഹോട്ട്ലൈൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഈ മോക്ക് ഡ്രില്ലിൽ പരിശോധിക്കും. ഇതിനു പുറമെ ഒരു വെല്ലുവിളി ഉയർന്നാൽ 24x7 കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ടോ, അഥവാ ഇല്ലെങ്കിൽ പോലീസ് കൺട്രോൾ റൂമോ സിവിൽ ഡിഫൻസ് കൺട്രോൾ റൂമോ ഇതിനായി സജ്ജമാക്കാൻ സാധിക്കുമോ, ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. അത്തരത്തിലൊരു അപായ സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ അറിയിക്കാൻ സൈറൻ മുഴക്കും. 2 തരം സൈറനുകളാണ് ഉള്ളത്. ഒന്ന്, ഇങ്ങനെ ഒരു ആപത്തുണ്ടെന്ന് അറിയിക്കുക. രണ്ടാമത്തേത്, അപകടം ഒഴിവായി എന്നറിയിക്കാനുള്ള സൈറൻ. ജനങ്ങൾക്ക് അവ തിരിച്ചറിയാനാണ് മോക്ക് ഡ്രിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ നിർദ്ദേശപ്രകാരം ജനങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? മറ്റൊരു ഡ്രില്ലാണ് ബ്ലാക്ക് ഔട്ട്, അതായത് വെളിച്ചമണയ്ക്കുക. പക്ഷേ ആശുപത്രികളിലൊന്നും അത്തരമൊരു മാർഗം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഇടങ്ങളിൽ വെളിച്ചം മറയ്ക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിലെ കർട്ടനുകൾ കൊണ്ട് മറയ്ക്കാം. ബ്ലാക്ക് ഔട്ട് മോക്ക് ഡ്രില്ലിന്റെ ഒരു ഭാഗമാണ്. മറ്റൊരു ഡ്രിൽ നടത്തുന്നത് മിസൈലുകളും ബോംബുകളും വീഴുന്നിടത്ത് നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ്. പരിക്കേറ്റവരെ മാറ്റുക, ഇതെല്ലാം അതിലുൾപ്പെടും. ആശുപത്രികളിൽ തിരക്ക് കൂടുതലാണെങ്കിൽ താൽക്കാലിക ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കുക. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നവർക്കായി ബങ്കറുകൾ ഒരുക്കുക, ഇതെല്ലാം ഇവയിൽ ഉൾപ്പെടുന്നു. ജില്ലാ ഭരണകൂടമാണ് ഏത് തരം മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. അടിസ്ഥാനപരമായി ഇത് പഠിക്കാനുള്ള ശ്രമമാണ്. ഇതിൽ സിവിൽ വോളണ്ടിയർമാരെ പോലെ തന്നെ പ്രധാനമാണ് ഡോക്ടർമാരെ പോലുള്ളവരുടെ സേവനവും. 100 പേർക്ക് ഒരു സിവിൽ ഡിഫൻസ് വോളണ്ടിയർ എന്നാണ് കണക്ക്. അടിസ്ഥാനപരമായി സിവിൽ ഡിഫൻസ് ഘടനയിൽ ഒരു വെല്ലുവിളിയെ നേരിടാൻ നാം എത്രത്തോളം പ്രാപ്തരാണ് എന്ന് മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. ഇന്നത്തെ മോക്ക് ഡ്രില്ലിന് ശേഷം സിവിൽ ഡിഫൻസ് ജില്ലകളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടോ? നിലവിൽ 244 ജില്ലകളാണുള്ളത്. ഇതൊരു നിശ്ചിത എണ്ണമല്ല. അത് സംസ്ഥാനങ്ങൾക്ക് പുനർനിശ്ചയിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ആണവ പ്ലാന്റുള്ള ജില്ലകൾ വേഗം ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളവയാണ്. നമുക്ക് എ വിഭാഗത്തിൽ 12 ജില്ലകളാണ് ഇന്ത്യയിലുള്ളത്. ഡൽഹി, മുംബൈ, ചെന്നൈ തുടങ്ങി നഗരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ നഗരങ്ങളുടെ അരികിലായി ആണവ പ്ലാന്റുകളുടെ സാന്നിധ്യവുമുണ്ട്. അവയെല്ലാം ഏറെ പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ്. ഈ 244 ജില്ലകളും ABC വിഭാഗങ്ങളിലാണ് ഉൾപ്പെടുന്നത്. സാധാരണ ജനങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് ഈ മോക്ക് ഡ്രിൽ നോക്കിക്കാണുന്നത്. ജനങ്ങളിൽ നിന്ന് എന്ത് തയ്യാറെടുപ്പുകളാണ് പ്രതീക്ഷിക്കുന്നത്? ജില്ലയുടെ സിവിൽ ഡിഫൻസ് സംവിധാനത്തിനെ ആശ്രയിച്ചിരിക്കുമിത്. മോക്ക് ഡ്രിൽ നിയന്ത്രിക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്നാണ് നടപടികൾ ആരംഭിക്കുന്നത്. മോക്ക് ഡ്രിൽ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടെങ്കിൽ വോളണ്ടിയർമാർക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനും ജനങ്ങളെ ഇതിലേക്ക് വേഗത്തിൽ ഉൾപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും അടിസ്ഥാനമാക്കിയായിരിക്കും ജനങ്ങളുടെ പങ്കാളിത്തമെന്ന് പറയേണ്ടി വരും. മോക്ക് ഡ്രില്ലിനുള്ള നടപടിക്രമങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്.
പുറത്തു നിന്നുള്ള വെല്ലുവിളികൾ പ്രതിരോധിക്കുന്നതിന് സ്വയം സജ്ജമാകുക എന്നതാണ് മോക്ക് ഡ്രിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോക്ക് ഡ്രിൽ ദിവസം മുഴുവൻ നീളുന്ന നടപടിയാണോ അതോ പ്രത്യേക സമയം തീരുമാനിച്ചിട്ടുണ്ടോ? ഇന്ന് വൈകുന്നേരം 4 മണിയാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ആ സമയം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ സൂര്യാസ്തമനത്തിന് ശേഷമേ ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്താൻ സാധിക്കൂ. ഇത്തരത്തിൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് സമയം മാറാം. ജനങ്ങൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മോക്ക് ഡ്രിൽ ഒരു സാധാരണ നടപടി മാത്രമാണ്. സ്കൂൾ, ഓഫീസ് പ്രവർത്തന സമയത്തെ ഇത് ബാധിക്കില്ല. ഇത് ഒരു പഠനവേദിയാണ്. ശ്രീ വിവേക് ശ്രീവാസ്തവ്, അവസാനമായി ഒരു ചോദ്യം കൂടി. ഭാവിയിലെ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഈ മോക്ക് ഡ്രിൽ സഹായകമാകുമോ? നമ്മൾ ഉപയോഗിക്കുന്ന പ്രതികരണ സംവിധാനങ്ങളിൽ പലതും പ്രകൃതി ദുരന്തങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ആശയവിനിമയ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ അടിയന്തര സാഹചര്യങ്ങളിൽ കൺട്രോൾ റൂം സജ്ജമാക്കുക, ജനങ്ങളെ ഒഴിപ്പിക്കൽ, ഇവയെല്ലാം മോക്ക് ഡ്രില്ലിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. എല്ലാ ജനങ്ങളും മോക്ക് ഡ്രില്ലിൽ സജീവമായി പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി ശ്രീ വിവേക് ശ്രീവാസ്തവ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇന്ന് മോക്ക് ഡ്രിൽ നടക്കും. പൊതുജനങ്ങൾ മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇവയാണ്. റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും വാർഡ് തലത്തിൽ മോക്ക് ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കുക. എല്ലാ പ്രദേശവാസികൾക്കും സിവിൽ ഡിഫൻസ് ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങൾ എത്തിക്കുക. ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലർട്ട് ചെയ്യുക. വാർഡ് തല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക. സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റ് സുപ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ സഹായം ആവശ്യമുള്ള ആളുകളെ ബ്ലാക്ക് ഔട്ട് സമയത്ത് സഹായിക്കുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് മോക്ക് ഡ്രിൽ വാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക. ആശങ്ക ഒഴിവാക്കുക. മോക്ക് ഡ്രില്ലിന്റെ ഗാർഹികതല ഇടപെടലുകൾ ഇപ്രകാരമാണ്. മോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതാണ്. ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബാറ്ററി, സോളാർ ടോർച്ചുകൾ, ഗ്ലോ സ്റ്റിക്കുകൾ, റേഡിയോ എന്നിവ കരുതുക. വൈകിട്ട് 4 മണിക്ക് സൈറൻ മുഴങ്ങുമ്പോൾ എല്ലാ ഇടങ്ങളിലും, അതായത് വീടുകൾ, ഓഫീസുകൾ, മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ്. എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. ഇതിൽ മരുന്നുകൾ, ടോർച്ച്, വെള്ളം, ഡ്രൈ ഫുഡ് എന്നിവ ഉൾപ്പെടുത്തുക. വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറണം. എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക. സൈറൻ സിഗ്നലുകൾ മനസ്സിലാക്കുക. ദീർഘമായ സൈറൻ മുന്നറിയിപ്പും ചെറിയ സൈറൻ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ്. പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോ, TV തുടങ്ങിയവ ഉപയോഗിക്കുക. തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുത ഉപകരണങ്ങൾ തുടങ്ങിയവ ഓഫ് ചെയ്യുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക. രാജ്യത്തെ സിവിൽ ഡിഫൻസ് ജില്ലകളിൽ ഇന്ന് നടത്തുന്ന മോക്ക് ഡ്രില്ലിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് സമാപിച്ചു. ഏകോപനം മയൂഷ AM.